സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ നാളെ രാവിലെ ചുമതലയേൽക്കും. രാവിലെ 6:50 തിരുവനന്തപുരത്തെത്തുന്ന റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം കണ്ണൂരിലേക്ക് പോകും. ചുമതല ഏറ്റെടുക്കുന്നത് ജനം ടിവിയോട് സ്ഥിരീകരിച്ച റവാഡ ചന്ദ്രശേഖർ സെൻട്രൽ സർവീസിൽ നിന്നും വിടുതൽ ചെയ്ത് കേരളത്തിലേക്ക് മടങ്ങാൻ കേന്ദ്രാനുമതി. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ 15 വർഷം നീണ്ട അനുഭവ പരിചയവുമായാണ് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നത്. പ്രവർത്തന മികവും കാര്യക്ഷമതയും കണക്കിലെടുത്താണ് നിയമനം. IB സ്പെഷ്യൽ ഡയറക്ടർ പദവിയിൽ നിന്നും കേന്ദ്ര സർവീസിൽ നിന്നും വിടുതൽ ലഭിച്ചതോടെ റവാഡ ചന്ദ്രശേഖർ നാളെ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുക്കും. നാളെ ചുമതല ഏറ്റെടുക്കുമെന്ന് നിയുക്ത പോലീസ് മേധാവി ജനം ടിവിയോട് സ്ഥിരീകരിച്ചു. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് റവാഡയെ പോലീസ് മേധാവിയായി നിയമിച്ചത്. UPSC പട്ടികയിലെ ഏറ്റവും സീനിയറായ DGPയും സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണറുമായ നിതിൻ അഗർവാളിനെ മറികടന്നാണ് റവാഡയുടെ നിയമനം. പട്ടികയിൽ മൂന്നാമനായ യോഗേഷ് ഗുപ്തയ്ക്ക് സർക്കാരുമായുള്ള ബന്ധം മോശമായതാണ് തിരിച്ചടിയായത്. ഔദ്യോഗിക തീരുമാനം പുറത്തുവരുന്നതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പ് റവാഡ ചന്ദ്രശേഖറിന് ലഭിച്ചിരുന്നു. 2 ആഴ്ച മുൻപ് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2026 ജൂലൈ അവസാനം വരെയാണ് ചന്ദ്രശേഖറിന് സർവീസ് ഉള്ളത്. DGP ആയി കഴിഞ്ഞാൽ 1 വർഷം കൂടി സർവീസ് നീട്ടിക്കിട്ടുകയും ചെയ്യും. ജനം, തിരുവനന്തപുരം.